നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും അവസാനിക്കുന്നില്ല. നവകേരള സദസ്സിനു വേണ്ടി റോഡിലിറങ്ങിയത് മുതൽക്ക് വിവാദങ്ങളിൽ ഇടം പിടിച്ച ബസ് ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. ബംഗളൂരുവിൽ അറ്റകുറ്റപ്പണികൾക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയ ബസിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ബസ് കട്ടപ്പുറത്തായോ എന്ന സന്ദേഹമാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്. നവകേരള സദസ്സിനു ശേഷം ബസ് തലസ്ഥാനത്തുൾപ്പെടെ കുറച്ചു ദിവസം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചേക്കുമെന്നും മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാലും നവകേരള ബസ് കാണാൻ ആൾക്കാർ വരുമെന്നും CPM നേതാവ് AK ബാലൻ പറഞ്ഞിരുന്നു. ഏറെ ട്രോൾ കിട്ടിയ പ്രസ്താവനയായിരുന്നു ഇത്. ബസിന്റെ പുതിയ ഫോട്ടോ വൈറലായതോടെ AK ബാലന്റെ പ്രസ്താവന വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട്. മ്യൂസിയത്തിൽ എത്തും മുമ്പേ കട്ടപ്പുറത്തായോ എന്ന മട്ടിലാണ് പരിഹാസം. ചിലർ സത്യാവസ്ഥ അറിയാൻ നേരിട്ട് ബംഗളൂരുവിലെ വർക്ക്ഷോപ്പിലേക്ക് ഫോൺ ചെയ്യുകയും ചെയ്തു. ಮೇಡಮ್ ಇದು ಕೇರಳ ಗವರ್ಮೆಂಟ್ ಒಂದು ಗಾಡಿ ಮತ್ತೆ ಅಲ್ಲಿ ರಿಪೇರಿಂಗ್ಗೆ ಬಂದಿದೆಯಲ್ಲ, ಗೊತ್ತಿಲ್ಲಲ್ಲ. ಅದು KL15 ರಿಜಿಸ್ಟ್ರೇಷನ್ ಕೇರಳ ಗವರ್ಮೆಂಟ್ ಬಾಡಿ ಇದು ಮಾಡಿ ಅದ್ರದ್ದು ಏನೋ ಒಂದು ಡೀಟೇಲ್ ಸಿಗುತ್ತಾ? ಇದು ಕೇರಳ ಗವರ್ಮೆಂಟ್ ಆ ವಿಡಿಯೋ ಬಸ್ ಮತ್ತೆ ರಿಪೇರಿಂಗ್ ಅಲ್ಲಿ ಬಂದಿದೆಯಲ್ಲ, ಅದು ಏನು ಪ್ರಾಬ್ಲಮ್ ಸರ್ ಬಸ್ಸಿಗೆ? ಸರ್ ಇನ್ನೂ ವರ್ಕಿಂಗ್ ಪ್ರೋಗ್ರೆಸ್ ಐತೆ. ಎಲ್ಲಿ ಅದು ಆ್ಯಕ್ಚುಲಿ ಯಾಕೆ ಅದು ಬೇಕಾಗಿರೋದು ಇನ್ಫಾರ್ಮೇಷನು? ಅದಕ್ಕೆ ಎಲ್ಲ ರಿಪೇರಿಂಗ್ ಮೇಜರ್ ರಿಪೇರಿಂಗ್ಸ್ ಏನೋ ಇದೆಯಾ? ಹೌದು. ಏನಾಗಿದೆ ಅದು? ಸರ್ ಅದು ಸ್ವಲ್ಪ ಕಾನ್ಫಿಡೆನ್ಷಿಯಲ್, ಅದು ಒಂದು ಈಚೆ ಹೇಳೋಕ್ಕಾಗಲ್ಲ. ಇಲ್ಲ ಅದು ಕಾನ್ಫಿಡೆನ್ಷಿಯಲ್, ಅದೊಂದು ಡೈರೆಕ್ಟರ್ ಲೆವೆಲಲ್ಲಿ ಇದು ಅದೊಂದು ಅದೊಂದು ಇದಾಗಿರೋದು, ಅದು ಈಚೆ ಹೇಳೋಕ್ಕಾಗಲ್ಲ. ಅಲ್ಲಿ ಆಕ್ಸಿಡೆಂಟ್ ಏನೋ ಆಗಿದೆಯಾ? ಹಾಂ, ಆಕ್ಸಿಡೆಂಟ್ ಎಲ್ಲ ಏನಿಲ್ಲ, ರಿಪೇರಿಂಗ್ ನಡೀತಾ ಇದೆಯಲ್ಲ? ಹೌದು. ഓക്കെ, താങ്ക് യു. ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബസ് വിവാഹം, തീർത്ഥാടനം, വിനോദയാത്ര എന്നിങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകാനാണ് തീരുമാനം. ബസിന്റെ ഭാവി റൂട്ട് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നും അറിയുന്നു. 25 സീറ്റുകളേയുള്ളൂ എന്നതിനാൽ കേരള ക്യാബിനറ്റ് ഒന്നടങ്കം യാത്ര ചെയ്ത നവകേരള ബസ് റൂട്ടിൽ സർവീസ് നടത്താൻ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ട്. AC ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അനുയോജ്യമല്ല. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്ന വിധത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനാണ് ബസ് ബംഗളൂരുവിലെത്തിച്ചത്. നവകേരള സദസ്സിനിടെയുണ്ടായ പ്രതിഷേധങ്ങളിൽ ഗ്ലാസിലും ബോഡിയിലും പോറൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷമാകും ബസ് വീണ്ടും രംഗത്തിറങ്ങുക. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരുക്കിയ ബസ് രംഗത്തിറങ്ങിയതു മുതൽ വിവാദ കഥാപാത്രമായിരുന്നു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുമ്പോൾ നവകേരള സദസ്സിന് കോടികൾ ചിലവഴിച്ച് ബസ് തയ്യാറാക്കിയത് പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, VIP യാത്രകൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യ ബസ്സിന് വേണ്ടി നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിൽ കാര്യമായ ഇളവ് നൽകിയതും പൊതുസമൂഹം ചോദ്യം ചെയ്തിരുന്നു. സാധാരണക്കാർ വാഹനവുമായി പുറത്തിറങ്ങുമ്പോൾ നിയമത്തിന്റെ ചരട് പിടിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുമ്പോഴാണ് സർക്കാർ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നവകേരള സദസ്സിനായി പ്രത്യേക ബസ് സംസ്ഥാനത്തുടനീളം ഓടിച്ചത്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം നൽകാതെ ഞെരുക്കുകയാണെന്ന് ജനങ്ങളെ അറിയിക്കാൻ സംഘടിപ്പിച്ച നവകേരള സദസ്സിന്റെ ആദ്യഘട്ടത്തിൽ നിറഞ്ഞു നിന്നത് ബസിന്റെ ആഡംബര വാർത്തകളെക്കുറിച്ചുള്ള വിവാദങ്ങളും സർക്കാരിന്റെ മറുപടികളുമായിരുന്നു.